ഒളിഞ്ഞ ലൈനിനെ ഒളിഞ്ഞു നോക്കുമ്പോൾ തടഞ്ഞു വീഴരുതായിരുന്നു. എൻ്റെ കഥയുടെ പേര് പുട്ടുംകുറ്റിയിലെ തേങ്ങാപ്പീര. മുട്ടത്ത് മുറുക്കിയും കടമനിട്ടിയും ഞെട്ടറ്റ് വീണ കുട്ടനാട്ടിലെ അട്ടപ്പാറ എന്ന മുട്ടൻ ഗ്രാമത്തിലെ ഒരു 8 അംഗ കുടുംബത്തിലേക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മനസ്സിനെ 1990കളിലേക്ക് കഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എടി കത്രി, ഒന്ന് എഴുന്നേര്. എന്തൊരു ഉറക്കമാണ് ഇത്. കത്രീന, അതാണ് നമ്മുടെ നായികയുടെ പേര്. ശാലീനത തുളുമ്പി നിൽക്കുന്ന കവിളല്ലുകൾ, അല്പം കോങ്കണ്ണുണ്ടെങ്കിലും യാസ്റ്റുകുടി മുടി പോലെ സുന്ദരമായ പല്ലുകൾ. അവളൊരു അപ്സരസായിരുന്നു. പഞ്ചാരിപ്പാർക്കിന്റെ തുമ്പത്തിരിക്കണ സ്ത്രീകളെ, എന്റെ തൊമ്മച്ചൻ ചേട്ടന്റെ കാര്യം പറയുമ്പോ ഞെട്ടല്ലേ. കടം വാങ്ങിയ സാരി ഉടുത്തു വിലസണ സ്ത്രീകളെ, എന്റെ തൊമ്മച്ചൻ ചേട്ടന്റെ കാര്യം പറയുമ്പോ ഞെട്ടല്ലേ. നേരം ഒരിത്രയായപ്പോൾ 8 പൊട്ടും തിരിയാത്ത 18കാരി കട്ടിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടിയണിയിട്ട് ചുട്ടപ്പപ്പടും ചക്കമരത്തിയതും ഒരു പട്ടിക്കുട്ടിയെ പോലെ വെട്ടിവിഴുങ്ങാൻ തുടങ്ങി. ചക്കപ്പുഴുക്ക് തൊണ്ടയിൽ കുടുങ്ങിയപ്പോഴാണ്, ഓ മൈ ഗോഡ്, ഇന്നാണല്ലോ എന്റെ തൊമ്മച്ചൻ വരുന്ന ദിവസം. മാവേലി സ്റ്റോറിലെ തിരക്കുള്ള ജോലിക്കിടയിലും തന്നെ ഒരു നോക്ക് കാണുവാനായി ഓടി വരുന്ന തൊമ്മച്ചനെ കാണാൻ അവൾ കെട്ടുപൊട്ടിച്ച പട്ടം പോലെ നെട്ടോട്ടം ഓടി. റബ്ബർപാൽ ഇറ്റിറ്റു വീഴുന്ന കളകള നാദത്തിൽ അവൾ തന്റെ നാടിനെ തിരഞ്ഞു. അവൾ ചോദിച്ചു, തൊടുത്തിനരികിലെ ഉള്ളൂരിക്കു ചാരി നീ എന്തു നൽകുവാനെന്നെ കാത്തു നിന്നുവോ? വികാരം കൊണ്ട് വികാരിയായ തൊമ്മച്ചൻ പറഞ്ഞു, 6 ദോശയും 2 മുട്ട റോസ്റ്റുമായി നിന്നെ തീറ്റുവാനോടി വന്നതാണു ഞാൻ. ഉണ്ടപ്പണ്ണിയം പെണ്ണെ നിന്നെ തീറ്റുവാൻ ഭീമസേനായി ഓടി വന്നതാണു ഞാൻ. മൃഷ്ടാന്ന ഭോജനത്തിന് ശേഷം അവർ ഒരു സുപ്രധാന തീരുമാനമെടുത്തു. പാമോയിൽ വാങ്ങുവാനെന്ന വ്യാജേന തൊമ്മച്ചന്റെ കൂടെ ഒളിച്ചോടാൻ കത്രി തീരുമാനിച്ചു. അവൾ വീട്ടിൽ ചെന്ന് അമ്മച്ചിയോട് പറഞ്ഞു, പാമോയിൽ വന്നു, പാമോയിൽ കാടുണ്ടേൽ, റേഷൻ കാടുണ്ടേൽ. 1 ലിറ്റർ കിട്ടും, 1 സോപ്പും കിട്ടും, 1 സഞ്ചി ടിന്നും എടുത്തേരേ. മമ്മി, ഉടനടി പോയാൽ ഉടൻ തന്നെ കിട്ടും. പാമോയിൽ വന്നു, പാമോയിൽ. മുൻ മുഖ്യമന്ത്രി കരുണാകരന് നീന്തൽക്കുളം എന്നതുപോലെയായിരുന്നു മറിയാമ്മച്ചേട്ടത്തിക്ക് പാമോയിൽ. അവർ സമ്മതം കൂടി. അങ്ങനെ സമയം ഉച്ച കഴിഞ്ഞ് 4 മണിയോടടുക്കുന്നു. തൊമ്മച്ചൻ കത്രീന ദമ്പതികൾ തൊമ്മച്ചന്റെ മാവേലി സ്റ്റോറിനടുത്തുള്ള കൊച്ചു മുറിയിലെത്തിയിരിക്കുകയാണ്. അനന്തരത്തിക്ക് നീ എന്തു വേണം? എന്നും എന്റെ ഓമ്പളം കയറ്റിൽ നീ മാത്രമായിരിക്കും, തൊമ്മച്ചൻ മന്ത്രിച്ചു. അങ്ങനെ അവരുടെ ദാമ്പത്യം പാവ